this. What time is it? Just after 8. You want me to make coffee? No, I gotta go. I'll call you later. You sure there's nothing I can do? Angie, everything's gonna be fine. ഈ നേരത്തെ എന്തോന്നാണ് കൊല നടക്കുന്നു കണ്ടോണ്ടിരിക്കുക. എന്താ ഒരു കൊല നടക്കുന്നു. കൊലയോ? ആ ഇത് നെറ്റിൽ എപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്? 2 ദിവസമായിട്ടുണ്ട്. ഏകദേശം 22 ലക്ഷത്തോളം ആളുകൾ നെറ്റിൽ കണ്ടിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഐഡി ഉപയോഗിച്ച കൊലയാളി ഇത് ബ്രൗസിംഗ് സെന്ററിൽ കൊടുത്തിരിക്കുന്നത്. ഈ കൊലയെ പറ്റി വേറെ വല്ല ഡീറ്റെയിൽസ്? തീർച്ചയായും സെക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കണം. ഇത്രയും കൺഫേം ആയിട്ട് എങ്ങനെ പറയുന്നു? ഈ കൊലപാതകത്തിനുള്ള കാരണം എന്താ? പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയുമാണ് ഈ കൊല നടന്നാണ് വിശ്വാസം. കറക്റ്റ്. പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും കൊല ചെയ്യുന്നവൻ രക്ഷപ്പെടാനേ ശ്രമിക്കുള്ളൂ. പകരത്തിന് പകരം ചോദിക്കുന്നവരാ ഞാനാ കൊന്നെന്ന് ധൈര്യമായിട്ട് വിളിച്ച് പറയുള്ളൂ. പക്ഷേ ഈ മേൽപ്പറഞ്ഞ 3 സംഭവങ്ങളിലും ഇതുപോലെ ക്രൂരമായി ആരും കൊല്ലാറില്ല. സോ ഇത് വിശ്വാസവഞ്ചന നടത്തിയതിനായിരിക്കും കൊല ചെയ്തത്. യെസ്, അതും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത്ര ക്രൂരമായി കൊല്ലാറുള്ളൂ. സൈക്കോ പേഷ്യന്റ് ആയിരിക്കുമോ? സൈക്കോ ആണെങ്കിൽ എന്തിനാ അവൻ ഇന്റർനെറ്റിൽ അത് ഇട്ടിട്ട് നാട്ടുകാരെ അറിയിക്കണം? നമുക്കിപ്പോ മരിച്ചവൻ ആരാണെന്നും അവൻ എങ്ങനെയുള്ള ആളാണെന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാല് കൊലപാതകത്തിന്റെ കാരണം മാത്രമല്ല കൊലയാളിയെയും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ മിസ്റ്റർ ഷൺമുഖ പാണ്ഡ്യൻ, നിങ്ങൾ പറയുന്നത് കറക്റ്റാ. താങ്ക് യു സർ. ആ ചാക്കൊന്ന് കഴിക്കും. ഓക്കെ സർ. ഗോപി, ആംബുലൻസ് വിളിക്കേ.
ഓക്കെ സാർ. സാർ, സാർ അതെന്റെ മോളാ സാറ്. കുട്ടിയുടെ പേരെന്താ? രഞ്ജിനി. എന്തിനാ പഠിച്ചോണ്ടിരുന്നത്? 10th പഠിക്കുക. ആരെങ്കിലായിട്ട് പ്രേമുണ്ടായിരുന്നു? അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. നല്ല കുട്ടിയാ, നന്നായി പഠിക്കും. മറ്റു സമയമൊക്കെ കമ്പ്യൂട്ടറില്. വേറെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല സാർ. ഇവിടെ എങ്ങനെ എത്തിയത്? ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയിട്ട് 3 ദിവസമായി. ഒരു വിവരം കിട്ടാഞ്ഞപ്പോ കംപ്ലൈന്റ് കൊടുത്തതാ സാറേ. മഹാഭാവികൾ അവളെ കൊന്നു കളഞ്ഞല്ലോ സാർ. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണേ സാർ. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഗോപി സാർ. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ ആ ബോഡി കൊടുത്തയച്ചേക്ക്. ഓക്കെ സാർ. അതെ. വാ, പെട്ടെന്ന് വാ, ഓടി വാ. അവർ പിറകെയുണ്ട്. ഓടി വാ വേഗം, പെട്ടെന്ന്. ഓടി വാ വേഗം. കയ്യും കാലും മുറിഞ്ഞു മാറ്റണം. കയ്യും കാലും വേണ്ടി നീ എവിടെ ഓടണം? നഴ്സ്, ടേക്ക് കെയർ. ഓക്കെ ഡോക്ടർ. സർ, ഓപ്പറേഷൻ നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ മകളെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. താങ്ക്സ് ഡോക്ടർ. ഈ നന്ദി ഒരിക്കലും മറക്കില്ല. ഡോക്ടർ മേലോകനാഥൻ, ഡോക്ടർ മേലോകനാഥൻ, ഡോക്ടർ മേലോകനാഥൻ, ഡോക്ടർ മേലോകനാഥൻ, ഇതൊന്ന് ഡോക്ടർ പിടിക്ക്. മേലോകനാഥൻ, ഡോക്ടർ മേലോകനാഥൻ, ഡോക്ടർ മേലോകനാഥൻ, ഡോക്ടർ നിർത്ത്. മേലോകനാഥൻ. എന്റെ പേര് മേലോകനാഥൻ എന്നല്ല, മേ ലോകനാഥൻ. എന്റെ അച്ഛന്റെ പേര് മേഘനാഥൻ. എന്റെ പേര് ലോകനാഥൻ, മേ ലോകനാഥൻ. ഓക്കെ? ഇത്ര വെയിറ്റ് ഉള്ള സാധനം എന്തിനാ എന്റെ മേലിലിട്ടത്? അല്ല, ഇതാരാ? എന്നെ എന്തിനാ മാലയിട്ടത്? ഏത് നേരവും സംശയിക്കുന്ന എന്റെ ഭർത്താവിനെ കൊണ്ട് സഹി കെട്ട് ആത്മഹത്യ ചെയ്യാൻ പോയതാ സാറേ. ആ സമയത്ത് മുഖത്തൊരു ചെറിയ കുരു വന്നതുകൊണ്ട് എന്റെ കെട്ടിയോൻ ഓപ്പറേഷൻ ചെയ്ത് അങ്ങേരെ കൊന്നു കളഞ്ഞു. ആണോ? ഇപ്പൊ എന്നെ സംശയിക്കാൻ ആരുമില്ല ഡോക്ടർ. നിങ്ങൾ ഞാൻ വിളിക്കുന്ന ദൈവമാണ് ഡോക്ടറെ. അപ്പൊ ഇതാരാ? ഇദ്ദേഹം മുമ്പ് എന്റെ കാമുകനായിരുന്നു. ഇപ്പോ എന്റെ ഭർത്താവാ ഡോക്ടറെ. ഇതെങ്ങനെ, നന്നായിട്ട് പോകുന്നുണ്ടോ ഡോക്ടർ? നിങ്ങൾക്ക് വേറെ ഒരെണ്ണം കൂടെ സംഘടിപ്പിക്കാം. അതൊന്നും ശരിയാവില്ല. ഇത് ചേട്ടൻ തന്നെ വെച്ചോ. ഇങ്ങനെ പറയരുത് ചേട്ടൻ ഞാനൊരു 50 രൂപ കൂലി വെച്ചിട്ടുള്ളൂ. 50 രൂപ ഇതിന് വേണ്ടിയാണോ ഇത്രയും ദൂരം ഈ ഒരു 20 കിലോമീറ്ററോളം ഇങ്ങോട്ട് ഓടി വന്നത്? അത് കുഴപ്പമില്ല, അതൊന്നും നിങ്ങൾ ശരിയാവില്ല. പിടിക്ക്. ദാ, ഈ കാശ് ചേട്ടൻ തന്നെ എന്റെ വേറെ വെച്ചോ. കാശില്ല. എനിക്ക് വേണ്ട, പിടിച്ചോ. ഇത് പിടിക്ക്. 200 രൂപ ഉണ്ടെങ്കിൽ മാത്രം മതി. അതെ, ഇല്ലെന്ന് ചേട്ടൻ പറയുന്നത് ബസ്സിന് എങ്ങനെയാ? ഒന്നുകൂടായിരുന്നോ? എന്താ ഇവിടെ പ്രശ്നം? 20 കിലോമീറ്റർ ഓട്ടം വന്നിട്ട് ഒരു 50 രൂപ കൂലി വെച്ചിട്ട് തരുന്നില്ല. ഒരു ഗർഭിണിയെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. വണ്ടി ഓടുന്ന പെട്രോളല്ലേ. എന്തോന്നാടോ ഓട്ടോറിക്ഷയിൽ പ്രസവത്തിന് സൗജന്യം എന്ന് പറഞ്ഞിട്ട് സാറേ, ഞാൻ ഇങ്ങനെയൊക്കെയാ? വാടകയ്ക്കല്ലേ ഓടുന്നത്, എനിക്ക് ഇപ്പൊ ജീവിക്കണ്ടേ? എന്താ, പണം വേണോ? അത്രയല്ലേ അതെ ഉള്ളൂ. സാർ, എനിക്ക് കാശ് ശരിയാ മതി. നിങ്ങൾ എന്തിനാ ഇതുപോലത്തെ ഓട്ടോയിലൊക്കെ കയറുന്നത്? ഓരോരുത്തന്മാര് വന്നോളും. എടോ, ആദ്യം ആ ഓട്ടോയിൽ എഴുതിയിരിക്കുന്ന മായ്ച്ചേക്ക്. ആയിക്കോട്ടെ സാറേ. വരൂ അനുഷ, ഇരിക്കൂ. സർ, നിങ്ങൾ ഡോക്ടറാണോ? ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു. നിനക്കും ഉണ്ടായോ? ഇരിക്കിരിക്ക്.
സൂര്യ, മീറ്റ് മിസ് അനുഷ. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. ഹലോ. ഹലോ, വീട് എവിടെയാ? വേലായുധം കോളനി ഫസ്റ്റ് സ്ട്രീറ്റ്. എന്റെ വീട് അവിടെ തന്നെയാ. ഡോർ നമ്പർ 6. ഞാൻ 9. അയ്യോ സോറി. ഞാൻ എന്റെ വീടിന്റെ ഡോർ നമ്പറാ പറയാൻ വന്നേ. അത് ശരിയാ, നിങ്ങളിപ്പോ അടുത്തടുത്ത വീട്ടുകാരായല്ലോ. ഡോക്ടറാണെങ്കിൽ ഇപ്പൊ ഒരു ഹീറോയും കൂടിയാ. ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. സാരമില്ല, വിട്ടേക്ക്. വേണ്ട, അത് എടുക്കണ്ട, വിട്ടേക്ക്. ഇതെടുത്തോളൂ. സാരമില്ല, സാറേ. ഇത് കഴിച്ചോളൂ. എനിക്ക് കൊച്ചേ, അല്ല വേണ്ട. സാരമില്ല, ഇത് കഴിച്ചോ. കുഴപ്പമില്ല, കഴിച്ചോ. ചോറ് പാത്രം പുറത്ത് വീണപ്പോ സാറിന്റെ ഒരു ചിരി കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചതാ. എന്തൊക്കെയാ സാറേ പറയുന്നത്? വായിൽ എരികൊള്ളോണ്ടാ. അത്രയ്ക്ക് എരിവുണ്ടോ? പിന്നെ തൈര് സാദത്തിൽ ഇത്ര എരിവോ? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ടാക്കുന്ന ഭക്ഷണം അത് മോരുകറിയായാലും പച്ചവെള്ളമായാലും എരിവ് തന്നെ ആയിരിക്കും. അതെ, 1, 2, 3 എന്നിങ്ങനെ പോക്കറ്റിൽ പേന വെച്ചിരിക്കുന്ന പോലെ വീട്ടിൽ ഭാര്യമാരെ വെച്ചാലേ എല്ലാ ഭാര്യമാർക്കും ഇങ്ങനെ തോന്നൂ. എന്താ സാറേ, എനിക്കാ പൊക്കമില്ല. എന്റെ കൂടെ ഉള്ളവരെങ്കിലും ഒക്കെ ഒന്ന് പൊങ്ങി പൊക്കോട്ടെ. പ്രിയ, ആരാണെന്ന് നോക്കി. ശരി അച്ഛാ. ആരാ ചേച്ചി? സൂര്യ സാറുണ്ടോ? ഉണ്ട്, വരൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വരൂ, ഇരിക്കൂ. അനുഷ, എന്താ കുടിക്കാൻ വേണ്ടത്? അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. ഇതെന്റെ മോളാ പ്രിയ. ഹായ്. പ്രിയ, ഇത് അനുഷ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അനുഷ, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളപ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നേക്കേ. ഇവളും ഒറ്റയ്ക്കിരിക്കുന്നത് ബോറാണെന്ന് പറഞ്ഞ് പൊലമ്പിക്കൊണ്ടിരിക്കുക. കൊടൈക്കനാലിലേക്ക് വന്നിട്ട് എത്ര ദിവസമായി? 2 ദിവസമായി. ഓ, എവിടെയൊക്കെ ചുറ്റി കണ്ടോ? ഇല്ല മോളെ, ആദ്യം നമുക്ക് വീട് ചുറ്റി കാണാം, എന്നിട്ട് നാട് കറങ്ങാം. ഓക്കെ. ഓക്കെ. വാ ചേച്ചി. നമസ്കാരം. എന്താ സാറേ പ്രശ്നം? ഈ മുട്ടുണ്ടല്ലോ, ഈ മുട്ട് നടക്കുമ്പോ ഇങ്ങനെ കിടുകിടുന്ന് ആടുക. പിന്നെ ഈ ഇടുപ്പുണ്ടല്ലോ, നടക്കാതെ തന്നെ ഇങ്ങനെ കിടുകിടുന്ന് ആടുക. ഹലോ, നടുവേതാന്ന് എനിക്കറിയാം. ശരി. ഇന്നലെ ചേട്ടന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഭാര്യ വെളിയിൽ പോയിരിക്കായിരുന്നു. ഞാൻ അനിയത്തറ കൂടെ ആയിരുന്നു. എന്താ ചോദിച്ചേ? ശരി. നിങ്ങളുടെ വെയിറ്റ് എന്താ? അതെന്തിനാ പൊതുസ്ഥലത്ത് ചോദിക്കുന്നേ? പോയി നിങ്ങളുടെ വെയിറ്റ് ഒന്ന് നോക്ക. ബ്യൂട്ടിഫുൾ യങ് ലേഡി, 16 years old. നേഴ്സ്, നിങ്ങളെ കാലൊന്ന് പൊക്കിക്കേ. എടാ കന്താ, അല്ല, കാലൊന്ന് മാറ്റിക്കേ. നല്ല കാലം, ഞാൻ പേടിച്ചു. അങ്ങനെ തന്നെ വേണം. ഇതിനു മുമ്പ് ഒരു നഴ്സ് ഉണ്ടായിരുന്നു. പേടിക്കേ ഇല്ല. അമ്മ പോലും പേടിക്കേല. നീ എന്തിനാ പേടിക്കുന്നേ? അതിരിക്കട്ടെ, ഇതെന്താ മോൻ സ്കൂളിൽ പോയില്ലേ? ഹലോ, അതാ ഡോക്ടർ. ഇവരോ? എന്റെ മുട്ടിന്റെ അത്ര കൂടിയില്ല. ഇയാളാണ് മുട്ടിന് ചികിത്സ നടത്താൻ പോകുന്നേ. നീ വാ, നമുക്ക് ഇടുപ്പ് വേദനയ്ക്ക് ചികിത്സിക്കാം. ഒരു ജാണ് ഹൈറ്റേ ഉള്ളൂ. അയ്യോ, ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? ഡോക്ടർ, അയ്യോ അപ്പൊ നമുക്ക് നാളെ കാണാം. അയ്യോ. എന്താ ഡോക്ടറെ, മൗനവ്രതം പാഴായി പോയോ? ഹലോ സർ, എനിക്ക് തീരെ സുഖമല്ല. എന്തു പറ്റി? പനി വരുന്ന പോലെയുണ്ട്. ശരി, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ, ഞാനിപ്പോ തന്നെ വന്നേക്കാം. നഴ്സ്, ട്രിപ്പ് ഇറങ്ങിയതിന് ശേഷം അടുത്ത ബോട്ടിൽ ചേഞ്ച് Okay, ചെയ്തേ. doctor. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഞാൻ റൗണ്ട്സ് പോയിട്ട് വന്നേക്കാം. എന്നാ. അയ്യോ, എന്തൊരു കഷ്ടത്. എന്ത് പറ്റി? എന്തിനെങ്ങനെ കൂർക്കനെ പോലെ കരയുന്നേ? ഡോക്ടർ എവിടെയാണെന്ന് പറ. ലെഫ്റ്റില് പോ. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ലേ. ഡോക്ടറെ. മുരുകേശൻ, അവൻ വെയിറ്റിംഗിലാ ഡോക്ടർ. ഡോക്ടറെ, എന്താ പറ്റിയത്? തീരെ പറ്റുന്നില്ല ഡോക്ടറെ. നിൽക്കാൻ പറ്റുന്നില്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ലേ? എന്ത് പറ്റുന്നില്ല? ഇയാളോടൊക്കെ നിക്കാൻ വൈകി അതിലോട്ട് ഇരി. അതിലിരിക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അതൊക്കെ ആകെ നാറും. ബാത്റൂം എവിടെയാണെന്ന് പറ. ഇവിടെയുണ്ട്. മാറ് അതിന്റെ കുറ്റൊന്ന് തുറക്ക്. ഇതാരാ ഇത്? ആർക്കറിയാം? എന്താ ശബ്ദം? ഏ?
ഒരു പ്രസവം കഴിഞ്ഞ പോലെ. അല്ല നീ ആരാ ചോദിക്കാതെ പറയാതെ ഇതിനകത്തോട്ട് കയറിയവരെ അവിടെ പോവാ? ഡോക്ടറെ, ഒരു കല്യാണത്തിന് പോയതാ. അവിടെയാണ് ഈ മട്ടൻ ബിരിയാണിയും 3 പന്തിയിലിരുന്ന് ശരിക്കും അങ്ങോട്ട് കഴിച്ചു. മാത്രമല്ല ഈ ബിരിയാണിയിൽ മസാല അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് വയറിനും അങ്ങോട്ട് ഒരു സുഖം കിട്ടുന്നില്ല. 3 മണിക്കൂറോളം ഞാനൊരു ബാത്റൂം അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോഴാ ഈ ഹോസ്പിറ്റലിന്റെ ബോർഡ് കണ്ടത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വന്നതാ. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. എന്നാ ഇതെന്ത് കോപ്പറേഷൻ കക്കൂസാണോ? ഹോസ്പിറ്റലാണ്. ദാ നിന്റെ പൈസ. ഓ, ഇവിടെ ഇത് സൗജന്യാണോ? വളരെ നന്ദിയുണ്ട് ഡോക്ടറെ. ഇത് രാത്രിക്കുള്ള പാഴ്സലാ. എന്താണോ? ആഹാ, സൂക്ഷിച്ച്. കൂടുതൽ സ്ട്രെയിൻ എടുക്കാൻ പാടില്ല. കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല. അറ്റ്ലീസ്റ്റ് പാലെങ്കിലും കുടിക്കരുതോ? സൂക്ഷിച്ച്. മതിയോ? മതി. ഓക്കെ, നോ പ്രോബ്ലം. മോസ്റ്റ്ലി നാളെ തന്നെ ഡിസ്ചാർജ് ആകാം. ശരി, ഞാൻ റൗണ്ട്സ് പോയിട്ട് വന്നേക്കാം. ടേക്ക് കെയർ. ഓക്കെ. സൂക്ഷിച്ചു. ഒരു മിനിറ്റ്. എന്താ? അത് പിന്നെ താങ്ക്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പോകാം. പോവാം. ശരി, പോകുമ്പോൾ നമുക്ക് മെഡിസിൻ വാങ്ങിക്കാം. വരൂ. ഒരു മിനിറ്റ്. എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ? എനിക്ക് സുഖമില്ലാതിരുന്നപ്പോ സാറിനെ നന്നായിട്ട് പരിചരിച്ചു. അതിനെന്താ? അല്ല, എനിക്ക് സാറിനെ ഇഷ്ടമാണ്. അയൽക്കാരിയായി എന്നെ തന്നെ ഇത്രയും ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ വൈഫായാൽ സാറിനെ നന്നായിട്ട് നോക്കും. എന്നെ സംബന്ധിച്ച് നീ ഒരു പേഷ്യന്റ് ആണ്. പക്ഷേ മറ്റുള്ള പേഷ്യന്റിനെ നോക്കാൻ ബന്ധുക്കൾ കാണും. നിനക്ക് ബന്ധുക്കളായിട്ട് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് കുറച്ച് കെയർ എടുത്തു. അതൊരിക്കലും പ്രേമമാകില്ല. പക്ഷേ സാറിന്റെ ഈ കെയറിംഗാ എന്നെ ആകർഷിച്ചത്, പ്രേമത്തിലെത്തിച്ചത്. നല്ല വിദ്യാഭ്യാസം ഇല്ലേ? കുറച്ചെങ്കിലും മനസ്സിലാക്ക്. സാറിന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ ഇങ്ങനെ സംസാരിച്ചത്. പ്രായം അങ്ങനെയാ. തെറ്റും ശരിയും നിനക്ക് മനസ്സിലാവില്ല. സ്ത്രീകൾക്ക് ഒരു പുരുഷൻ സ്നേഹത്തോട് പെരുമാറിയ അവരെ ഒരിക്കലും അച്ഛനായിട്ടും സഹോദരനായിട്ടും കരുതില്ല. ലവറായിട്ട് മാത്രമേ കാണൂ. സ്നേഹത്തോടെ സംസാരിക്കുന്നവർ ലവർ ആകില്ല. 5 വർഷം കഴിഞ്ഞാ എന്റെ മകൾക്കൊരു ചെറുക്കനെ അന്വേഷിക്കണം. പക്ഷെ നീ എന്നെ ആ രീതി കാണുന്നു. അത് തെറ്റല്ലേ? സൽമാൻ ഋഷ്ടിക പത്മലക്ഷ്മി കല്യാണം കഴിച്ചില്ലേ? എന്താ തീരുമാനം? ലോകത്തുള്ള മറ്റു ഉദാഹരണത്തിന് വേണ്ടി ജീവിക്കുന്നവനല്ല ഞാൻ. ഈ ലോകത്തിന് ഞാൻ ഉദാഹരണമായി ജീവിക്കണം. എനിക്ക് സാറിനെ ഇഷ്ടമാണ്. മായ വിമാനം പോൽ നാം ഒന്നായി പാറുമ്പോൾ മുത്തമിട്ടോ മണിക്കാം. മേഘത്തിൽ ചെന്നിടാം, മിന്നൽ തൂന്നുള്ളിടാം, താരങ്ങൾ തന്നിടാം, എന്നെയും ഞാൻ നൽകിടാം. തന്ന ചെറുവിത്തിനുള്ളിൽ ഒരു അത്തിപൂത്തതിര ചുണ്ടിൽ നിറമതിൽ കത്തി വന്നു തൊടുമുത്തമിട്ടു മിഴി പൊത്തിയിട്ടു ചുടുതേനോട്ടാം. ചെമ്പന്തി ചെങ്കൊടി ചാരത്തായി നിൽക്കൊടി വീരൻ പൊന്നാളം
മായ മായാവിമാനം പോൽ നാം ഒന്നായി പാറുമ്പോൾ മുത്തമിട്ടു മരിക്കാം. നെഞ്ചിനുള്ളിൽ അഞ്ചി നിന്നതെല്ലാം പുഞ്ചിരിച്ചു കൊണ്ടുപോയി നീ. പൂമ്പാറ്റ പെണ്ണെ നിന്നെ പൂ പോലെ ഞാൻ കാത്തോളാം. നിന്റെ നൂൽനിലാവ് മെല്ലെ മെല്ലെ ചുണ്ടുകൊണ്ട് കോർത്തെടുത്തിടാം. മെയ് വിരിച്ച പായമേലെ എന്നും നാണമൊന്നു മാറ്റാം. വായാടി പെണ്ണെ നിന്റെ വേനൽ കുറും പിന്നെ തേന്തുണ്ടൻ സുഖമാക്കുമോ? കാറ്റിലൂടെ പാട്ടലഞ്ഞു നെഞ്ചിൽ കൂട്ടു നിന്ന പെണ്ണെ. ഓ മായ മായാവിമാനം പോൽ നാം ഒന്നായി പാറുമ്പോൾ മുത്തമിട്ടു മരിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ഇത് അമ്പലത്തിൽ പോയി കൊണ്ടുവന്നതാ. ഇതാ ഡോക്ടർ, നിങ്ങളും എടുത്തോളൂ. ഡോക്ടർ, എന്നോട് ആര് എന്തൊക്കെ ചോദിച്ചാലും എനിക്ക് പട്ടുന്ന് ദേഷ്യം വരിക ഡോക്ടർ. ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ? എന്തിന്? അത് പറയാനല്ലേ ഞാൻ വന്നത്. അത് പറയാനല്ലേ വന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? എത്ര നേരമായി പറയുന്നു. മര്യാദക്ക് നേരെ ചൊവ്വേ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഒരൊറ്റ അടി അടിച്ചാലുണ്ടല്ലോ. പിന്നെ 4 പ്രാവശ്യം എണീക്കില്ലേ നീ? എത്ര പ്രാവശ്യം കൊണ്ട് ഞാൻ പറയാ, അവനെയും ഞാൻ കൊടുത്തു പോരണ്ടെണ്ണം. പിന്നല്ലാതെ എപ്പ നോക്കിയാലും എന്റെ പുറകിന്ന് മാറില്ലെന്ന് പറഞ്ഞ എന്തിനാണ് എന്നെ വിടാതെ പിടികൂടിയെന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാൻ ഞാൻ ഒരു കല്ലെടുത്ത് ഞാൻ എറിഞ്ഞു. അതോടെ അവന്റെ കഥ കഴിഞ്ഞു. അവനെ തന്നെ തീർത്തു. പിന്നെ നീ എന്താ നിന്നെ അതുപോലെ തീർക്കണോ? എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? സൈലൻസ് പ്ലീസ്. ഏയ്, ഓഹോ, നീയും എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ? പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? ഓ, രണ്ടുപേരും കൂടാണോ എന്റെ അടുത്ത് വരുന്നേ? ഒരു കല്ലെടുത്ത രണ്ടിനും തീർക്കും ഞാൻ. അവിടെ നിൽക്കുക. എന്താ പ്രശ്നം? എന്തിനാ നിലവിളിക്കുന്നത്? ഏയ്, നീയാരാടാ? എന്താ പറഞ്ഞ? ഇയാൾ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ഞാനും കേട്ടതാ. ഏയ്, എന്നോട് ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? നീ ആദ്യം പറ, നീയാരാ? ആരാ ഇത് ഇടപെടാൻ? കമ്പൗണ്ടർ. കമ്പൗണ്ടറോ? നീയും വെള്ള ഷർട്ട്, ഞാനും വെള്ള ഷർട്ട്. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് കമ്പൗണ്ടറാവോ? അമ്മാടി കൂട്ടങ്ങള്. ഞാൻ ഫോൺ ചെയ്യാൻ പോവാ. പോലീസിന് ഫോൺ ചെയ്യാൻ പോവുക. അടിക്കുന്നുണ്ട്. അടിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനാണോ? അതെ, ആരാ നീ? ഇവിടെ 3 കൊല നടക്കാൻ പോവുക. എന്തിനാ? എന്തിനെന്നോ? എന്തിനെന്ന് ചോദിക്കുന്നോ? ആദ്യം നിന്നെ വന്ന് കൊല്ലട്ടെ. ആരായാലും എന്താ, ഞാൻ കൊന്നിട്ടേ വരാം. 4ാമത്തെ കൊല ആദ്യം ചെയ്തിട്ട് വരാം. എന്താ അത്? അമ്പലത്തിൽ പോയാലും ദേഷ്യം വരൂ. ഏത് കോവിലിൽ പോയാലാ ദേഷ്യം വരാതിരിക്കുക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ദേഷ്യക്കാരനാ. ഏയ്, എന്നെ കണ്ടിട്ടാണോ ദേഷ്യക്കാരൻ എന്ന് പറയുന്നത്? എന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ ചേട്ടാ, ചേട്ടന്റെ മുഖം കണ്ടാ മനസ്സിലാവില്ലേ? ചേട്ടൻ മഹാശാന്തനാണ്. ചേട്ടൻ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അതെ അതെ. ഗുഡ് ഗുഡ്. അച്ഛാ, പ്രിയ പ്ലീസ്.
ഇന്നും ലേറ്റ് ആണോ? ഒന്നും മിണ്ടാതിരുന്നേ. പ്രിയ പ്ലീസ്. എന്ത് പറ്റി? എന്താ ഒന്ന് മാറി? എന്താ പറ്റി? എന്ത് പറ്റിയെന്ന് അറിയില്ല സാർ, പെട്ടെന്ന് തളർന്നു വീണു. എല്ലാരും ഒന്ന് മാറിയ, കാറ്റ് വരട്ടെ. ഒന്ന് മാറി. മാറിക്കൊടു, അങ്ങോട്ട് മാറിയില്ലേ? വെള്ളം വെള്ളം ഉണ്ടായി കൊടുക്ക്. സാർ, ഈ ഫോട്ടോയിലുള്ള പെണ്ണിനെ കണ്ടായിരുന്നോ? ഇല്ല, എനിക്കറിയില്ല. പ്രിയ, അച്ഛനെവിടെ? അവിടെ. വീട്ടില് ഗ്യാസ് തീർന്നു പോയി. ഇന്ന് ഇവിടെ പാചകം ചെയ്തോട്ടെ. സത്യമായിട്ടും തീർന്നുപോയി. മനസ്സിലായി മനസ്സിലായി. ഓരോ ദിവസവും പഞ്ചസാരയും പരിപ്പും തീർന്നെന്നും പറഞ്ഞോണ്ട് വരും. അതുകൊണ്ടേ നിനക്കൂടെ ചേർത്താ പാചകം ചെയ്തേക്കുന്നത്. ചെന്ന് കഴിക്കേ. എന്താ? സാറും വരൂ, ഒരുമിച്ച് കഴിക്കാം. നിന്നെ വേണ്ട വേണ്ട. കഴിക്കുന്നേ, എന്നോട് സംസാരിക്കണ്ട. എന്തു പറ്റി? നിന്റെ അച്ഛനോട് എന്നെ കുറിച്ച് പറഞ്ഞ് എന്റെ ലവിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നീ എന്താ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന? അയ്യോ, നിങ്ങളുടെ ലവ് നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുത്തൂടെ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിക്കുമ്പോ സംസാരിക്കരുതെന്ന്? എന്നാ വെള്ളം കുടിക്കും. ഏയ്, ഇത്രയും വളർന്നിട്ട് നിനക്ക് ബുദ്ധിയില്ലേ? മുന്നിൽ തന്നെ ഗ്ലാസ്സിൽ വെള്ളമില്ലേ? എടുത്ത് കുടിക്കേ. കുടിക്കാൻ. അനീഷ മേഡം എപ്പോഴാ വരാ? ഓ, എനിക്ക് എങ്ങനെ അറിയാനാ? അവരൊക്കെ കൃത്യസമയത്തൊന്നും എത്തുന്നവരൊന്നും അല്ല. നീ അവിടെ എങ്ങനെ അടങ്ങി വൈകിയിരി. മേ കം ഇൻ സർ? വാ സൂര്യ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. താങ്ക് യു. ഹലോ സർ. സാർ നമുക്ക് വേണ്ടി ഒരു പാർട്ടി തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. നമുക്കെന്ന് പറയുന്നതിനേക്കാൾ സൂര്യക്കെന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തിനാ സാർ അനാവശ്യ ചെലവ്? എന്റെ മകളുടെ കാര്യം മാത്രമല്ല, എന്റെ ജീവിതവും തിരിച്ചു തന്നു. പ്ലീസ്, വേണ്ടാന്ന് പറയരുത്. സമ്മതിച്ചേക്ക് സൂര്യ. സാറ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ലേ. സാറിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യട്ടെ എന്നേ. സൂര്യയുടെ പേരിൽ നമ്മുടെ ആശുപത്രിയിലുള്ള എല്ലാ സ്റ്റാഫുകളും ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. ഇവിടെ? അവിടെ ഡോക്ടറെ ചെറുതായി വേദനിക്കുന്നുണ്ട്. ഡോക്ടർ, എന്റേത് ഇവിടെയും വേദനിക്കുന്നുണ്ട്. മുട്ടിലാണോ? അതെ ഡോക്ടറെ, ഇവിടെയാണോ? കുറച്ചുകൂടി മുകളില്. ഇവിടെ? 1.5 വർഷമായിട്ട് നിന്റെ ഈ ഒടിഞ്ഞ കൈ ശരിയായില്ലേ? എന്ത് പറയാൻ ഡോക്ടറെ, മാഡം പരിശോധിക്കുമ്പോ ഒരു സുഖമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര വേദനയാ. ആ, നിനക്ക് കൈ വെച്ചാലേ ശരിയുള്ളൂ. വാടാ ഇങ്ങോട്ട്, വാടാ, കൈ വെച്ചു തരാം. എന്താ ഡോക്ടറെ, അവന്റെ വേദന അവന്റെ കാലിലൊന്നും അല്ല. ആദ്യം സാറ് സിബ് ഇടാൻ നോക്ക്. ഓ സോറി. പറഞ്ഞോളൂ. സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പാ?
ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ പേഷ്യന്റിനെയും ശ്മശാനത്തിൽ അയക്കുന്ന നിങ്ങളോട് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. സാറിന് പൊക്കക്കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ സാറിന്റെ മനസ്സ് വലുതാ. ആ കാര്യം എല്ലാവർക്കും അറിയാം, പറ. ഞാൻ ഓൾറെഡി സൂര്യ സാറിന്റെ അടുത്ത് ലവ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ മനസ്സിലാക്കാൻ ഒരു ഐഡിയ തരുമോ? നാളെ നമുക്കൊരു പാർട്ടി വയ്ക്ക്. അപ്പൊ നിനക്ക് കുടിക്കാൻ ഒരു ഡ്രിങ്ക്സ് തരാം. അത് കുടിച്ചു കഴിയുമ്പോ സൂര്യ നിന്നോടുള്ള പ്രണയം തുറന്നു തന്നെ അങ്ങ് പറയും. സത്യാണോ സർ? ഞാൻ പറഞ്ഞതാ. എല്ലാവർക്കും നമസ്കാരം. എന്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം എനിക്ക് കുട്ടിയുണ്ടായത്. ജനിച്ചപ്പോൾ തന്നെ മുകൾ ചുണ്ട് കവിളിനോട് ഒട്ടിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പല ആശുപത്രികളിലും പോയി, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം ഈ ആസ്പത്രിയിൽ വന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്റെ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടി. അതുകൊണ്ട് ഈ ആസ്പത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഡീൻ സമ്മതിക്കാത്തത് കാരണം എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്റെ മോളെ പൂർണ്ണ ആരോഗ്യവതിയാക്കി മാറ്റിയതിന് ഞാൻ ഡോക്ടർ സൂര്യക്ക് എന്നും കടപ്പെട്ടവനായിരിക്കും. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 ദൈവങ്ങളാണുള്ളത്. ഒന്ന് എല്ലാവരുടെയും ഈശ്വരൻ, പിന്നൊന്ന് ഇതുപോലെ പഠിച്ച ഈശ്വരൻ. എന്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് സർ. ഇറ്റ്സ് ഓക്കെ സർ, എല്ലാം ദൈവത്തിന്റെ കൃപ. സാറിനും നന്ദിയുണ്ട്. കോക്ക് തീർന്നു പോയല്ലോ. അനു, എനിക്കൊരു കോക്ക് കൊണ്ടുവരോ? എടുത്തിട്ട് വരാം. ചേച്ചി, ഈ ഫോട്ടോയിലുള്ള പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താ സാർ പ്രശ്നം? വണ്ടി ചേറിൽ പൊതിഞ്ഞു. സാർ അകത്തിരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ, ഞാൻ തള്ളിവിടാം. ഓക്കെ. അനിയ, വളരെ നന്ദി. എന്നാ ഇത് വെച്ചോളൂ. വേണ്ട സർ. ഹേയ്, സാരല്ല, വെച്ചോളൂ. അയ്യോ വേണ്ട സർ. എന്താ നീ? സാർ, ഈ ഫോട്ടോയിലുള്ള പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അനിയ, നിന്റെ ഫോൺ നമ്പർ ഇതാ.
സർ, ഇൻസ്പെക്ടർ എവിടെയാ? അവിടെയുണ്ട് മോളെ. എന്തു പറ്റി? എന്തിനാ പേടിക്കുന്നത്? എന്ത് കാര്യം എന്റെ അച്ഛൻ. പറയേ. ഇരിക്കുമോളെ, ഇരുന്ന് പറ. അച്ഛൻ. ഇതാ, ആദ്യം കുറച്ച് വെള്ളം കുടിക്ക്, എന്നിട്ട് പറ. വേണ്ട സർ. കുടിച്ച മോളെ. വേണ്ട. എന്റെ അച്ഛൻ. അച്ഛൻ എന്തു പറ്റി? എന്റെ അച്ഛനൊന്നുമില്ല സർ. എന്റെ അച്ഛൻ ഒരാളെ മിരട്ടി? മിരട്ടി. അയാളെ മിരട്ടിയത് കൊണ്ട് അയാള് സ്വന്തം കൈ തന്നെ മുറിച്ചു. പ്ലീസ് സർ, വേഗം വരണം. എന്റെ അച്ഛൻ അയാളെ കൊന്നുകളയും. ശരി, മോളും കൂടെ വാ. എന്താ സാർ പ്രശ്നം? സാർ, ഇത് നിങ്ങളുടെ മോളാണോ? അതെ സാർ. നിങ്ങൾ ആരെയോ ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു. സാർ, അങ്ങനെ ഒന്നുമില്ല സാർ. ഈ കുട്ടിയാണ് കംപ്ലൈന്റ് തന്നിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. അതല്ലേ സാർ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒന്നുമില്ലെന്ന്. മോളുടെ അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? സർ, ഞാൻ കാണിക്കാം സർ. എന്റെ കൂടെ വരൂ സർ. വരൂ സർ. സർ, ഇവിടെ അയാളുണ്ടായിരുന്നേ. ഇവിടെയാ സർ. ഇവിടെ വെച്ച അയാളുടെ കൈ മുറിച്ചത്. ഇവിടെ വെച്ച സർ. ഞാനതെല്ലാം കണ്ടതാ. പക്ഷെ ഇപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ല സർ. ഞാൻ സത്യം പറയുന്നേ സർ. സർ, പ്ലീസ് എന്നെ വിശ്വസിക്കണം. ശരി, വിഷമിക്കണ്ട. നമുക്ക് താഴെ പോയി സംസാരിക്കാം. സർ, പ്ലീസ് സർ, ദയവായിട്ട് എന്നെ വിശ്വസിക്കണം സർ. ഒന്ന് സമാധാനിക്കും മോളെ. നമുക്ക് താഴേക്ക് പോവാം, വാ. സംശയിക്കുന്ന പോലെ എന്തെങ്കിലും കണ്ടോ സാർ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. മോളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. സർ, ഒരു മിനിറ്റ് സർ. എന്നെ വിട്ടിട്ട് പോകരുത് സർ. ഞാൻ പറയുന്നൊക്കെ സത്യ സർ. ഇതെന്റെ അച്ഛനെ അല്ല സർ. എന്തൊക്കെയാ പറയുന്നേ? സ്റ്റേഷനിൽ വന്നിട്ട് അച്ഛൻ എന്നല്ലേ പറഞ്ഞത്? ഇവിടെ മുകളിൽ വന്നപ്പോഴും അച്ഛനെന്നല്ലേ പറഞ്ഞേ? സാർ, അവൾ എൻ്റെ മകളാ. ഒരേ മകൾ. നല്ല ബുദ്ധിസ്വാധീനമില്ല സാർ. സർ, അത് കല്ലോ സർ. സാർ, നിങ്ങളൊരു ഡോക്ടറാ. ഇനി നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കുട്ടിയെ നന്നായി ശ്രദ്ധിക്കേ. ഓക്കെ സാർ. സർ, എന്നെ തനിച്ചാക്കി എന്താ ഇത്? സർ. ഇത് എന്നെ കൊല്ലും സർ. പ്രിയ, സുഖായോ? സുഖാണ് സർ. മോളെനിക്ക് വിശ്വാസാ. എന്താ നടന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാനൊരു ഫോട്ടോ കാണിച്ചാ അത് മോൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തീർച്ചയായും സർ. ഹലോ ഗോപി, ആ ലാപ്ടോപ്പ് എടുത്തോണ്ട് വാ. സാർ, എനിക്ക് കാണണം സാർ. അച്ഛൻ വേണ്ട, കാർത്തിയെ മാത്രം അയക്കൂ. താൻ അധികല്ലേ? എന്താ സാർ ഇങ്ങനെ? ഞാൻ അവളുടെ അച്ഛനല്ലേ? സാർ, ഒന്ന് വെയിറ്റ് ചെയ്യേ. മോള് കണ്ടത് ഇവനെയാണോ? അല്ല. ഇവനോ? അല്ല. മിസ്റ്റർ ഷൺമുഖ പാണ്ഡ്യൻ. ഗുഡ് മോർണിംഗ് സർ. പറയൂ സർ. കൊലയാളി മൂന്നാമത്തെ കൊലയും ചെയ്തിട്ട് നെറ്റിലിട്ടിട്ടുണ്ട്. താൻ അവിടെ പോയി നോക്ക്. ഗോപി, നിങ്ങൾ അങ്ങോട്ട് പോ.
അന്ന് ആ പെണ്ണ് പറഞ്ഞത് ഇയാളാണ് സാർ. ആ പെണ്ണിനെ എവിടെ കൊണ്ടുവന്ന് നമുക്ക് ചോദിച്ചാലോ? ഏയ് അവളെ കൊണ്ടുവന്നാലും അറിയില്ലെന്ന് തന്നെ പറയൂ. ലാപ്ടോപ്പിൽ ഇയാളെ അന്ന് സാറ് ആ പെണ്ണ് മുമ്പിൽ കാണിച്ചപ്പോൾ ആ പെണ്ണ് കള്ളം പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സത്യം അറിയാം സാർ. ശരി, എന്നാ കൊണ്ടുപോവാ. ഓക്കെ സാർ. ഒരു പ്രിയ, നോക്കുമ്പോളെ നീ പറഞ്ഞ ആൾ ഇയാളാണോ? നന്നായി നോക്കിയിട്ട് പറയേ, ഇവൻ തന്നെയാണോ? എനിക്ക് ഓർമ്മയില്ല സർ. എന്താ സാറേ ഈ പെണ്ണ് കള്ളമാണ് പറയുന്നത്? സത്യം പറയണേ. എനിക്ക് സത്യമായിട്ടും അറിയില്ല സർ. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, ഇയാൾ തന്നെയാണോ അതെന്ന്. സാർ ഇപ്പൊ എന്ത് ചെയ്യാനാ? വീട്ടിൽ തനിച്ചാക്കരുത്, അങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച ആളെ തിരിച്ചറിയുമെന്നും പറഞ്ഞു. താൻ ആ ലാപ്ടോപ്പ് എടുക്കാൻ പോയ സമയത്തിനുള്ളിൽ അവൻ എന്തോ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചോദിച്ചപ്പോൾ മരിച്ചവനെ കുറിച്ച് അവൾക്ക് അറിയൂല്ല. ഇവൻ ചെന്ന് എന്തോ പറഞ്ഞതുകൊണ്ടാ അവൾ സത്യം മറച്ചു വെക്കുന്നത്. സോ ഈ 2 കൊലപാതകങ്ങളും സൂര്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നോക്കാം. വരാൻ പറഞ്ഞിരുന്നു അല്ലേ? അതെ. ഈ ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? സാർ, എന്റെ ഫ്രണ്ട് രാമലിംഗം. 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മരിച്ച കേശവൻ, അയാളെ എനിക്കറിയോ? അവരും എന്റെ ഫ്രണ്ടാണ്. നിങ്ങൾ എല്ലാവരും പാർട്ട്നേഴ്സാണോ? അതെ, ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു. ഗാർമെന്റ് ബിസിനസ് ചെയ്യായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൂട്ടുകാർ 2 പേരാ പോയത്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം. ശരി സാർ. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പോയില്ല. അവരെ നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല സാർ. ശരി, ഓക്കെ. താൻ ചെല്ലാൻ നോക്ക്. ഗോപി, അയാളുടെ 2 കൂട്ടുകാരെയും കൊന്നു കളഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം ചിലപ്പോ ഇയാളാവാം. ഇയാളെ നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ പറ്റിയാലേ തീർച്ചയായും കൊലപാതകയെ പിടിക്കാൻ പറ്റും. എന്താ പറ്റിയെന്നറിയില്ലോ. ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. ഡോക്ടറെ, എന്റെ കൂട്ടുകാരന്റെ ജീവൻ എങ്ങനെയൊന്ന് ഒന്ന് രക്ഷിക്കും ഡോക്ടറെ. ഇവൻ ജീവനോടുണ്ടായാൽ മാത്രമേ എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പോലും പറ്റൂ ഡോക്ടറെ. വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഡോക്ടറെ, സോറി, ഞാൻ നല്ലതുപോലെ നോക്കിയതാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. 1 അരമണിക്കൂറിന് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു. ഡോക്ടറെ, ആക്സിഡന്റ് ആയിട്ട് ആകെ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക, നിങ്ങൾ ഈ ഡോക്ടർമാരെല്ലാവരും ഇങ്ങനെയാണോ? പറയുമ്പോ തിയേറ്ററിൽ നിന്ന് വരുന്നു, കണ്ണാട ഊരുന്നു, കണ്ണ് തിരുമുന്നു, സൈഡിലുള്ള നേഴ്സുമാരെ നോക്കി കണ്ണ് കാണിക്കുന്നു, അവസാനം മുകളിലേക്ക് കൈയും കാണിക്കുന്നു. ഇത് എത്ര കാലം കണ്ടോണ്ടിരിക്കുക? എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ചെയ്യും? അതറിയില്ല, ഇതൊക്കെ പറഞ്ഞു ശീലിച്ചു പോയി. അതെയോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ബോഡി ഇവിടെ തന്നെ കിടക്കട്ടെ. വാടോ, നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫീസാ? ഫീസോ? ഞങ്ങളെ കൊണ്ട് വെറുതെ മേത്ത് കൈവെപ്പിക്കല്ലേ. ഇനി ഫീസ് അങ്ങനെ പറഞ്ഞാൽ പീസ് പീസാക്കി കളയും. താൻ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിയാം എനിക്ക്. എടോ, തനിക്ക് അറിയോന്ന് ചോദിച്ചത്. എന്റെ പേരെന്ന് പറഞ്ഞാ ഈ നാട് മൊത്തം കിടുങ്ങി പറിക്കും. നാട്ടിലുള്ളവരൊക്കെ എന്നെ വിശ്വസിച്ചാ ഇവന്റെ ജീവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്റെ ജീവനേവൻ. ഇവൻ എന്തെങ്കിലും സംഭവിച്ച ഉത്തരവാദി ഞാനാ. എന്നിട്ട് എന്റെ അടുത്ത് വർത്താൻ പറയുന്നു. ബാക്കി വെച്ചേക്കല്ലേ ഞാൻ. വാടോ. അയ്യോ, പ്രേതം, 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 എടാ മോനെ, എടാ, പ്രേതം, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? പ്രേതം, പ്രേതം. നീ മരിച്ചെന്ന് പറഞ്ഞ് എന്റെ കണ്ണൊക്കെ ഡൊണേറ്റ് ചെയ്തു. നീ ജീവനോടെ വന്ന് നാട്ടിൽ എന്റെ പേര് നിലനിർത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മതി. ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു. എന്റെ രാഷ്ട്രീയ ജീവിതത്തില് എന്റെ 2 കണ്ണും നീ മാത്രമാണ്. നീ മാത്രം. ഇങ്ങോട്ട് മാറിക്കടോ. വാ,
താനും വാ. അല്ല ഞാൻ എന്തിനാ? ഞങ്ങളുടെ ഈ ചെക്കൻ മരിച്ചെന്ന് നോണയും പറഞ്ഞിട്ട് അവന്റെ കിഡ്നി അടിച്ചു മാറ്റാൻ നോക്കായിരുന്നു നിങ്ങള്. ഇവരൊന്നും വെറുതെ വിടാൻ പാടില്ല. പിടിച്ചിട്ട് അടിക്കടാ. ഇവരെയൊക്കെ ഒരു ജോലി ചെയ്ത അവസ്ഥ വരും. ഐ എം സോറി അച്ഛാ. സാരമില്ല മോളെ. ഹോസ്പിറ്റലിൽ വന്ന് കാർത്തിക് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. ഞാനും കാർത്തിയും ഇന്നലെ തന്നെ മീറ്റ് ചെയ്തു. ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം മീറ്റ് ചെയ്യിപ്പിച്ച് സർപ്രൈസ് കൊടുക്കാന്ന് കരുതിയതാ. അതിനുള്ളിൽ നീ സംശയിച്ച് പോലീസിന്റെ അടുത്തേക്ക് പോയി. അതുകൊണ്ടാ ഫോൺ ചെയ്ത് കാർത്തികിനോട് വരാൻ പറഞ്ഞത്. നിന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. അച്ഛനെ അങ്ങനെ പറയരുത്. നീ പോലീസിനോട് പറഞ്ഞപ്പോ സറണ്ടർ ആകണമെന്ന് കരുതിയതാ. പക്ഷേ എന്റെ കടമ തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. സർ, എന്നെ കൊണ്ടാവുന്ന ഉപകാരങ്ങളെല്ലാം ഞാനും ചെയ്യാം സർ. താങ്ക്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നാട്ടിൽ നിന്ന് വന്ന ഉടനെ ഞാൻ ഹോസ്പിറ്റലിലേക്കാ പോയത്. എന്നെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് പോന്നത്. അല്ല, എന്താ പറ്റിയത്? പ്രിയേ, നീ പോയി റെസ്റ്റ് എടുത്തോ. കാർത്തിക്, കൂട്ടിക്കൊണ്ടുപോ. ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? പറയോ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പ്രിയെ നീ വേണം നോക്കാൻ. വാട്ട്സ് ഗോയിങ് മിസ്റ്റർ ഷൺമുഖ പാണ്ഡ്യൻ? കൊലയാളിയുടെ മൂന്നാമത്തെ മർഡറായത്. എന്നിട്ട് അത് കൂളായിട്ട് നെറ്റിൽ വിട്ടു. പൊതുജനങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങളും നമ്മുടെ പുറകെയാ. ഇസ് ദെയർ എനി ഇംപ്രൂവ്മെന്റ്? സാർ, ആദ്യം മരിച്ച പെൺകുട്ടിയുടെ പേര് രഞ്ജിനി എന്ന്. ഒരു സ്കൂൾ കുട്ടി. റേപ്പ് ചെയ്യുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞ് ഒരാൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അയാളുടെ പേര് കേശവൻ. അയാൾ വലിയൊരു ബിസിനസ്മാൻ ആണ്. കേശവൻ, രാമലിംഗം, സെൽബദുര, ഇവർ 3 പേരും ചേർന്ന് ഗാർമെന്റ്സിന്റെ ബിസിനസ് ആയിരുന്നു. കേശവൻ മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടാണ് രാമലിംഗം മരിക്കുന്നത്. ഈ 2 പേരുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്സിനിടയിലായാലും ഇവരെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമൊന്നുമില്ല സാർ. ഇന്നലെ സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്ന് ആ കുട്ടിയുടെ അച്ഛൻ ആരെയോ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തപ്പോ അവൻ ആരാണെന്ന് പോലും അറിയില്ലെന്ന് ആ കുട്ടി ഞങ്ങളോട് കളവ് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ ആള് തന്നെയാണ് മരിച്ചുപോയ രാമലിംഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തിനാണ് കൊലപാതകി ഇതെല്ലാം നെറ്റിലൂടെ പുറത്തുവിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഐ സസ്പെക്ട് ഡോക്ടർ സൂര്യ. ഡോക്ടർ സൂര്യയുടെ ഫുൾ ഡാറ്റാസും കളക്ട് ചെയ്ത ശരിക്കുള്ള കുറ്റവാളിയെ പിടിക്കാൻ കഴിയും. ഓക്കെ ഷൺമുഖ പാണ്ഡ്യൻ, ഐ തിങ്ക് യു ആർ ഓൺ ദ റൈറ്റ് വേ. സർ, ഇതാണ് ഗ്രീൻ ഹോസ്പിറ്റൽ നമ്പർ. ഹലോ ഹലോ, പറയണോ സാർ? ഗ്രീൻ ഹോസ്പിറ്റലാണോ? അതെ സാർ. ഞാൻ കൊടൈക്കനാൽ ഇൻസ്പെക്ടർ ഷൺമുഖ പാണ്ഡ്യനാണ് സംസാരിക്കുന്നത്. എന്താ സാർ? നിങ്ങളുടെ ഡീൻ എനിക്കൊന്ന് കാണണം. വരൂ സാർ. ഹലോ സാർ. ഹലോ. എന്താ കാര്യം സാറേ? ഡോക്ടർ സൂര്യ നിങ്ങളുടെ ഹോസ്പിറ്റൽ എത്ര കാലം ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഹലോ, താമ്പരം പോലീസ് സ്റ്റേഷനാണോ? അതെ സാർ. ഞാൻ കൊടൈക്കനാൽ ഇൻസ്പെക്ടറാ. പറയൂ സാർ. സാർ, താമ്പരം പ്രിൻസ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സൂര്യയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. 6 മാസത്തിന് മുമ്പ് അവിടെയാണ് ജോലി നോക്കിയിരുന്നത്. ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നെ അറിയില്ലേ? ഡോക്ടറെ, അന്ന് മൂക്കറ്റം കുടിച്ച് പൂക്കുറ്റി പോലെ വന്ന് നിന്നില്ലേ? ഇന്ന് കണ്ടില്ലേ പൂജാരായിട്ട് വന്നിരിക്കുന്നത്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓ, അതാണോ ഇവൻ? ഡോക്ടറെ, എന്റെ അളിയ 24 മണിക്കൂറും വെള്ളം അടിച്ച് പൂസായി നിൽക്കുകയാണ്. അവന്റെ ഈ വെള്ളം അടി ഒന്ന് നിർത്തി തരണേ. അതൊന്നും പ്രശ്നമില്ല. അയാള് കുടിക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് എടുത്ത് അടുത്ത് വെക്കാൻ പറയണം. എന്നിട്ട് അനിയത്തീരെ അടുത്തും അതിന്റെ അടുത്ത് ഇരിക്കാൻ പറയണം. അയാൾ എന്തായാലും ഫിറ്റ് ആവുമല്ലോ. പിന്നെന്ത്? വളരെ സന്തോഷം ഡോക്ടർ. പതുക്കെ വിളിച്ചിട്ടുണ്ടപ്പോ. ഓ, നിങ്ങളോ? പറയൂ. അന്ന് എന്റെ അളിയൻ വെള്ളം അടി നിർത്താൻ വേണ്ടി താൻ എന്താ ഐഡിയ പറഞ്ഞേ? എന്റെ അളിയൻ വെള്ളം അടിക്കുമ്പോ എന്റെ അനിയത്തി ഒരു ഗ്ലാസ് എടുത്ത് അടുത്തിരിക്കാനല്ലേ താൻ പറഞ്ഞത്? ആ കാഴ്ച കണ്ട് ഇവൻ വെള്ളം അടി തന്നെ അങ്ങ് നിർത്തിയടോ. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു മേശയാണെന്ന്. അതിനെന്താണോ? വന്ന് നോക്കണോ പുറത്ത്? എന്റെ എഫക്റ്റ് ഒക്കെ പിന്നെ മതി. ആദ്യം വന്ന് എന്റെ അനിയത്തിയെ നോക്കണോ. എങ്ങനെ ഇരുന്ന് എന്റെ അനിയത്തി ഇപ്പൊ എങ്ങനെ മാറിയെന്ന് താൻ തന്നെ വന്ന് നോക്ക്. എന്താ ഇത്? ഭദ്രകാളി തെയ്യം കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണോ? ഇതാണ് എന്റെ അനിയത്തി.
അയ്യോ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ട എന്റെ അനിയത്തിയെ താൻ ഇങ്ങനെ ഒരു നിലയിൽ മാറ്റി തീർത്തല്ലോടോ. ഓ മൈ ഗോഡ്. ഇതാണോ ആ പയ്യൻ? അനിയനല്ല, ഡോക്ടർ. ശരിയടാ ഡോക്ടറെ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നതിന് തനിക്ക് എന്താ തരണ്ടേ? കാല് മടക്കി ചവിട്ടിയാണ് വേണ്ടത്. നിങ്ങൾ തന്നെ എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. വിഷമിക്കണ്ട, സെയിം ട്രീറ്റ്മെന്റ്. അവര് കുടിക്കണ സമയത്ത് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചാ പിന്നെ കാര്യങ്ങളൊക്കെ കടന്നോളൂ. അവര് കൂടി തുടങ്ങുമ്പോ തന്നെ അളിയനായ നിങ്ങൾ അവിടെ ഒരു ഗ്ലാസ് എടുത്ത് അങ്ങ് വെക്കണം. നിങ്ങളുടെ അനിയത്തെ കൂടി മതിയാക്കും. സൂപ്പർ ഐഡിയ ഡോക്ടറെ, കലക്കി. ഈ അനിയത്തി പ്രാവിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എടാ ഡോക്ടറെ, എന്റെ സന്തോഷമുള്ള ജീവിതം തകർക്കാനാണോടാ ഐഡിയ കൊടുക്കുന്നത്? നിന്നെ ഇനി ഞാൻ ശരിയാക്കി കളയോടാ. നിന്നെ ഇനി ഞാൻ ഓടാ ഇങ്ങോട്ട്. ഓടാ. ഹലോ, ആ പറയ്. പ്രിൻസ് ഹോസ്പിറ്റലിലും സൂര്യയുടെ അയൽക്കാരോടും ഒക്കെ ചോദിച്ചു. ഡോക്ടർ സൂര്യ അമേരിക്കയിൽ സെറ്റിലായി എത്രേ. ഓക്കെ ശങ്കർ, മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. ആ ശരി, ഓക്കെ, താങ്ക് യു. സാർ പറയൂ. സാറ് ചോദിച്ച എല്ലാ ഡീറ്റെയിലും കളക്ട് ചെയ്തിട്ടുണ്ട്. സാർ, 2018 ഡിസംബർ 31 തീയതി ഒരുത്തൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു. അവനെ പോലീസ് പിടിച്ചായിരുന്നു. അവന്റെ അഡ്രസ്സാണിത്. ഇത് കുറച്ച് വ്യത്യസ്തമായ കേസാണ്. അതുപോലെ തന്നെ വേറെയും 2 കൊലകൾ നടന്നിട്ടുണ്ട്. അവരുടെ അഡ്രസ്സ് ഇതാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒരു വീട്ടിൽ കയറി ഒരു പെണ്ണിനെയും അവളുടെ അച്ഛനെയും വെട്ടിക്കൊന്നു കളഞ്ഞായിരുന്നു. അവരുടെ അഡ്രസ്സ് ഇതാണ്. അടുത്തത് കുന്നംകുളത്ത് ജനുവരി 5 തീയതി വീട്ടിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആ വീട്ടിലെ അമ്മയും കുഞ്ഞും മരിച്ചായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ആ കിഷോർ, പറയൂ സർ. ഇരിക്കേ. ഓ താങ്ക് യു സർ. ഇതിൽ 2 പേരുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്. ശരി. പാസ്വേഡ് അറിയില്ല. താനൊന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ സർ. കേശവൻ, രാമലിംഗം, രഞ്ജിനി, ഈ 3 പേരാണ് ചാറ്റിംഗ് ചെയ്തിരുന്നത്. ഇവന്മാരുടെ കൂടെ 3 മാസമായിട്ട് രഞ്ജിനി ചാറ്റിങ്ങിലായിരുന്നു. രഞ്ജിനി 21 തീയതി കൊടൈക്കനാലിൽ വരുന്നതായിട്ട് കേശവന് മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഈ മെയിൽ ഐ ഡിയിൽ നിന്ന് ആർക്കും ഒരു മെയിലും പോയിട്ടില്ല സർ. കേശവൻ രാമലിംഗത്തിന് ഈ മെയിൽ ഫോർവേഡ് ചെയ്തിരുന്നു. ഓക്കെ കിഷോർ, താങ്ക് യു. താങ്ക് യു സർ. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഗോപി സർ, കൊടൈക്കനാലിലേക്ക് രഞ്ജിനി വരുന്നുണ്ടെന്നും പറഞ്ഞ് 21 തീയതി മെസ്സേജ് അയച്ചിട്ടുണ്ട്. മരണം സംഭവിച്ചിരിക്കുന്നത് 24 തീയതി. വല്ലാത്ത കുഴപ്പത്തിലാണല്ലോ. കണ്ടുപിടിക്കാം. 2 വർഷം മുമ്പ് ഒരു അമ്മയും കുഞ്ഞും സൂയിസൈഡ് ചെയ്തില്ലേ? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന പോലീസുകാരാണ് ഞങ്ങള്. അമ്മായി അമ്മയ്ക്കും മരുമോനും അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് ആ പെണ്ണിനെ അറിഞ്ഞപ്പോ അവള് തൂങ്ങി മരിച്ചതാ. ഗോപി, ഓരോരുത്തരും അവരുടെ വേഷം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ ഓടുന്നത് നമ്മളാണല്ലോ. അമ്മേ, അവരുടെ ഫോട്ടോ വല്ലതും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. വേഗം എടുത്തോണ്ട് വരൂ. സാർ, എന്റെ ലീവിന്റെ കാര്യം ചോദിച്ചിട്ട് സാറൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം. വീട്ടിലെ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടാ. എന്താന്ന്? വേണ്ട സാറേ, എന്നെങ്ങനെ നോക്കണ്ട. എനിക്ക് ലീവേ വേണ്ട. അതെ സാർ, ഞങ്ങളുടെ ബന്ധുവായിരുന്നു. ചെന്നൈയിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി വന്നതാ. ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. അവരുടെ ഫോട്ടോ വല്ലതും എടുത്തുണ്ടോ? ഉണ്ട് സാർ. താൻ ലീവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതൊന്നും വേണ്ട സാർ.
എന്നെ വിടാൻ വിടാനല്ലേ പറഞ്ഞത്. കബഡി 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 അടുത്തേക്ക് വരല്ലേ. കബഡി 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 കബഡി. ഹലോ വിട്, എന്ത് പറ്റി? കബഡി അയ്യോ, കബഡി അയ്യോ, കബഡി അയ്യോ, കബഡി അവരെ കബഡി പിടി- കബഡി പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. കബഡി അയ്യോ, കബഡി കബഡി പിടിച്ചോ. കബഡി പിടി. കബഡി കബഡി എടോ, കബഡി എന്താ ഈ ചെയ്യുന്നെ? കബഡി 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 പിടിക്കടോ, പിടിക്ക്. നഴ്സ്, ഈ ഇഞ്ചക്ഷൻ ഇട്. പെട്ടെന്ന്, പെട്ടെന്ന്. ആഹാ, ഞാൻ കൊടുത്ത ഇഞ്ചക്ഷൻ വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല, പണ്ട് സ്കൂളിൽ കബഡി കളിക്കുമ്പോഴേ കബഡി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു മത്സരത്തിന് പോയപ്പോ എല്ലാവരും കൂടിയും കൂടിയിട്ടിടിച്ചു. അന്ന് തുടങ്ങിയത് ഈ അസുഖം. മാത്രമല്ല, എവിടെ വിസിലിന്റെ സൗണ്ട് കേട്ടാലും അപ്പൊ തുടങ്ങും കബഡി കബഡി കബഡി. അങ്ങനെയാണോ? പിടിച്ചു മാറ്റോ. റൈഡർ ഔട്ട്. എന്താ സാർ, വലിയ പ്രശ്നത്തിലാണല്ലോ. ഇല്ലടാ, എന്റെ ഒരു കളി എന്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഒരു കത്തിയായി വന്ന് നിൽക്കുക. എന്റെ 2 ഫ്രണ്ട്സിനെയും കൊന്നു. അടുത്തത് എന്നെ ആയിരിക്കും മുന്നോട്ടിരിക്കുന്നത്. അവൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവനെ കൊല്ലണം. അത്രയുള്ള സാറേ. സാർ ആളിനെ കാണിച്ച അവനെ കൊന്നിട്ട് അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അവനെ മാറ്റിത്തരാം. ആ ഓക്കെ. അച്ഛാ, കോള് വരുന്നു. നീ സംസാരിക്കേ. ഹലോ, പ്രിയ, നീ വീട്ടിൽ തന്നെ ഇരുന്നോ, ഞാനിപ്പോ വരാം. ആ ശരി അച്ഛാ. അച്ഛാ സൂക്ഷിച്ചു പോണേ. ഞാൻ നോക്കിക്കോളാം, നീ വെക്കോ. ആ നിർത്ത് നിർത്ത് നിർത്ത്. ലൈസൻസ് എടു. ശരി പോ. ഏയ്, സാർ, സെൽവദുര ഇതോ പോകുന്നു. സൂര്യല്ലേ പോന്ന്, വണ്ടി എടുക്ക. റൈറ്റിലേക്ക് പോ.
ഗോപി താൻ അവിടേക്ക് പോയി നോക്ക്. ഓക്കെ സാർ. സൂര്യ നിർത്ത്. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവൻ എങ്ങോട്ട് വന്നേക്ക്. ജീവൻ രക്ഷിക്കുന്നത് നിങ്ങളുടെ ജോലി, എടുക്കലല്ല. സൂര്യ ഞാൻ പറഞ്ഞത് അനുസരിക്കേ പ്ലീസ്. ഒരു ഡോക്ടറായ എന്നെ മാത്രമല്ല നിങ്ങൾക്കറിയോ, ഒരു അച്ഛനായ എന്നെ നിങ്ങൾക്കറിയാമോ? അറിയാമോ? സുജിത, സുശീല, പ്രിയ, അൻപരസി, കോഫി. താങ്ക് യു. എടുത്തോ. മോളെ സൂക്ഷിച്ച്. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. ഓപ്പൺ ചെയ്തോ, ഓപ്പൺ ചെയ്തോ. അച്ഛന്റെ ഗിഫ്റ്റ് എവിടെയാ? 1 സെക്കൻഡ് മോളെ. മമ്മി ആ ഗിഫ്റ്റ് എടുത്തേ. ഇതാണോ? ദാ ഓപ്പൺ ചെയ്തോ. നീ എന്നോട് ചോദിച്ചില്ലേ ലാപ്ടോപ്പ്? എനിക്കാണോ? താങ്ക്സ് ഡാഡി. മമ്മി ഇവിടെ നോക്കിക്കേ. മമ്മി നോക്കിയോ? ഹായ്. നിങ്ങളുടെ ഏജ് എത്രയാ? പേരെന്താ? എന്താ ചെയ്യുന്നേ? എൻ്റെ പേര് പ്രിയ. ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ്.
ബുക്സ് വായിക്കും, സോങ്സ് കേൾക്കും, പിന്നെ ഗാർഡനിങ്ങും. ഓക്കെ ഓക്കെ, എൻ്റെ ഡാഡി വിളിക്കുന്നു. നാളെ ചാറ്റ് ചെയ്യാം. എന്താ മിസ്സിയോ? ഇപ്പോഴല്ലേ ചാറ്റ് ചെയ്തോളൂ, അപ്പോഴേക്കോ? മീറ്റു. ദോശ. എന്താ? ശരി, ബൈ. നാളെ സംസാരിക്കാം. ഓക്കെ, ബൈ. എനിക്ക് വേണ്ടിയോ? എന്തിനാ? അതെ, ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. നോ ചാൻസ്. സെയിം ദോശ. മൈ ഡാഡ്, മോം ആൻഡ് ഫ്രണ്ട്സ്. ഒരുപാട് ഇഷ്ടം. ഇപ്പം എനിക്ക് പഠിക്കാനുണ്ട്. ബൈ. ശരി, നാളെ സംസാരിക്കാം. 9876543210. അയ്യോ പ്രിയ, വാട്ട് ആർ യു ഡൂയിങ്? ആദ്യം ഇത് കുടിക്ക്. നോ മമ്മി. സമയം എത്രയെന്ന് നോക്ക്. ഇത് കുടിക്ക്. ലാപ്ടോപ്പ് വന്നതി പിന്നെ ഇത് തന്നെയാ നിനക്ക് പണി. ആദ്യം ഇത് എടുത്തു വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ അച്ഛൻ ആവശ്യമില്ലാതെ കൊഞ്ചിച്ച് വഷളാക്കുക നിന്നെ. ഉറങ്ങ്, രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാ. ഒരു കുഞ്ഞിക്കിന്നാരം ചെറുപൂവിൻ കാതോരം കുനുകണ്ണാൽ കാണാതെ കനവിന്റെ ചിങ്കാരം. ഒരു കുഞ്ഞിക്കിന്നാരം ചെറുപൂവിൻ കാതോരം കുനുകണ്ണാൽ കാണാതെ കനവിന്റെ ചിങ്കാരം. സൂര്യരേഖകൾ ചായം തൂകും സന്ധ്യ പോലെ മൊഴി തൂവുകയായി. ചില്ലുജാലകം പോലെ വാക്കിൻ വാതിൽ മുട്ടുമത് വെണ്ണിലമായി. മായികമാകും മൗനവുമേതോ മാധവരാഗം പോലൊഴുകും. ഉള്ളിലാളുമെൻ ഓർമ്മപ്പൂവിൽ ദേവരാഗമായി ചേർന്നുതിരും. ഒരു കുഞ്ഞിക്കിന്നാരം ചെറുപൂവിൻ കാതോരം കുറുകണ്ണാൽ കാണാതെ കനവിന്റെ ചിങ്കാരം. Good morning, miss. Good morning, children. Sit down. Thank you, miss. Anita, Asha, Sujita, Priya. What is this? കഴിഞ്ഞ എക്സാമിൽ 100ൽ 90 വാങ്ങിയതാ. ഈ എക്സാമിൽ 100ൽ 30 ഉള്ളല്ലോ. Sorry, miss. I will try next time. Okay. നിഴൽ പോലെ സ്വപ്നങ്ങൾ നിറയുമ്പോൾ ഉള്ളത്തിൽ ഒരു മിന്നൽ മിന്നാട്ടം മിന്നിമാഞ്ഞുവോ. ഹൃദയത്തിൻ സംഗീതം റിംഗ് ടോണായി മാറുമ്പോൾ പ്രണയത്തിൻ പ്രാവിന്റെ പ്രാണനാദമോ. ചിരിമിന്നൽ ചില്ലമേലെ ചാനുലാവും മോഹമെല്ലാം മിഴികന്നൽ ഊയലാടും രാത്രികൾ. മനസാകെ വേറെ എങ്ങോ പാഞ്ഞു പോകും മാങ്കിടാവിൻ ഹലമൂളും പാട്ടിലെങ്ങോ പെയ്തുപോയി. ഒരു കുഞ്ഞിക്കിന്നാരം ചെറുപൂവിൻ കാതോരം കുറുകണ്ണാൽ കാണാതെ കനവിന്റെ ചിങ്കാരം. ഒരു കുഞ്ഞിക്കിന്നാരം ചെറുപൂവിൻ കാതോരം കുറുകണ്ണാൽ കാണാതെ കനവിന്റെ ചിങ്കാരം.
പോയി. പിന്നെ പ്രിയേ, ഉറങ്ങാതെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക അച്ഛാ. സമയം 12 കിടന്നുറങ്ങ. ശരി, ഫോൺ വെക്ക. അച്ഛൻ വെക്കാനല്ലേ പറഞ്ഞേ? പ്രിയേ, പാല് പോലും കുടിക്കാതെ അത്രയ്ക്കെന്താ സംസാരിക്കാൻ? ആദ്യം പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഹലോ. അതെ അതെ, എന്താ എന്താ കാണാലോ. നീ ഉറങ്ങായിരിക്കുന്ന കരുതി ഉണർത്താൻ വന്നാ ഞാൻ. ആരാ, ഫ്രണ്ടാണോ? അതെ, ഫ്രണ്ട്. ശരി, വേഗം കുളിച്ചിട്ട് വാ, സ്കൂളിൽ പോകാൻ സമയമായി. ശരി. പറയുന്നേ. അതെ, ഫ്രണ്ട്, ഹസ്ബൻഡ്, ലവർ എല്ലാം. നെക്സ്റ്റ് വീക്ക് ഞാനും എൻ്റെ അമ്മയും റിലേഷന്റെ മാരേജിന് കൊടൈക്കനാലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നേരിട്ട് പറഞ്ഞേക്കാം. അച്ഛൻ വിളിക്കുന്നുണ്ട്, എനിക്ക് സ്കൂളിൽ പോകണം, ലേറ്റായി. ഐ കാൾ യു ബാക്ക്. ഓക്കെ, ബൈ. എന്താ എല്ലാരും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്? അവിടെ കല്യാണ മണ്ഡപത്തിൽ പെണ്ണ് ഒറ്റയ്ക്കാ. വേഗം റെഡിയാവ്, പോകാം. ഹായ് ദിവ്യ, വാ വാ. സുഖാണോ? സുഖായിരിക്കുന്നു. യാത്രക്ക് സുഖായിരുന്നു. ഐ എം ഗുഡ്. ഒരാഴ്ച മുമ്പേ വരാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇന്നാണോ വരുന്നത്? സോറി ഫോർ ബീങ് ലേറ്റ്. ഷീസ് മൈ ഡോട്ടർ. പ്രിയയാണോ ഇത്? എത്ര വലിയ കുട്ടിയായി. നിന്റെ ഹസ്ബൻഡ് വന്നില്ലേ? ഓ, അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. സോറി. നിങ്ങൾ കുളിച്ചിട്ട് വേഗം റെഡിയാവ്. ഞാൻ അവിടെ ചെന്നിട്ട് കാർ അയക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. ശരി, വാ, നമുക്ക് പോകാം. വാ വാ, വേഗം വാ, വേഗം പുറപ്പെട്. പ്രിയേ, നീ വേഗം കുളിച്ച് റെഡിയാവണേ, നമുക്ക് പോവാം. പ്രിയ, വേഗം വാ, സമയം ഒരുപാടായി. മമ്മി മമ്മി മമ്മി, എനിക്ക് വേണ്ടി എന്റെ ഫ്രണ്ട് പാർക്കിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ മീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എത്തിക്കോളാം മമ്മി. നീ ഇപ്പൊ പോയിട്ട് എപ്പോ വരാനാ? ഞാൻ പെട്ടെന്ന് വരാം മമ്മി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, പോയിട്ട് വാ, വേഗം വരണേ. കൊടൈക്കനാലിലേക്ക് പോയ എൻ്റെ മകളും വൈഫും ഡെഡ് ബോഡി ആയിട്ടാണ് തിരിച്ചു വന്നത്. അവസാനമായി ഞാൻ എൻ്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുത്ത ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. പറയുന്നേ, ഞാനിപ്പോ കൊടൈക്കനാലിലെത്തി. കാലത്ത് റീച്ചായത്. നമ്മളെപ്പോഴാ മീറ്റ് ചെയ്യുന്നേ? ശരി, ഹാഫ് ആൻ അവറിൽ ഞാൻ പാർക്കിലുണ്ടാവും. ഓക്കെ. ഇളനീരിൻ തുള്ളി പോലെ തുള്ളുമുള്ളം മിന്നിടുമ്പോൾ കാണാതെ കണ്ണിനുള്ളിൽ നിൽപ്പവൻ പ്രേമത്തിൻ താളങ്ങൾ കേൾക്കുന്നു സെൽഫോണിൽ. ആരാരോ അരികത്തായി വന്നുവോ ഒരു കുഞ്ഞിക്കിന്നാരം ചെറുപൂവിൻ കാതോരം കുറുകണ്ണാൽ കാണാതെ കനവിന്റെ ചിങ്കാരം. ആരാ നിങ്ങള്? ഏയ്,
ഞാൻ തന്നെ നിന്റെ കിഷോർ. എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? ഏയ്, എന്തു പറ്റി? എനിക്ക് വിശ്വാസമില്ല. എന്താ വിശ്വസിക്കാൻ പറ്റാത്ത? നിങ്ങളാ കിഷോർന്ന്. ഏയ്, ഞാൻ തന്നെയാണ് കിഷോർ. ഓക്കെ, നിനക്ക് വിശ്വാസം വരണം, അത്രയല്ലേ ഉള്ളൂ. നീ കൊടൈക്കനിൽ നിന്റെ അമ്മയോടൊപ്പം ഉള്ളപ്പോ അന്ന് രാത്രി ഏത് നിറത്തിലുള്ള ഇന്നർവെയറാ ഇട്ടതെന്ന് ചോദിച്ചില്ലേ? ഓർമ്മയില്ലേ? കളറ് പറയട്ടെ. ഏയ് പ്രിയ, കരയാതെ. ഇപ്പൊ എന്ത് സംഭവിച്ചു? പ്ലീസ്. പറ്റിച്ചു. എന്റെ വയസ്സിനെ പറ്റിയാണോ പറയണത്? സ്നേഹത്തിന് വയസ്സിലെന്ന് നീയല്ലേ പറഞ്ഞത്? കരയാതെ പ്രിയ, കരയാതെ. നീ ഇഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നത് കൊണ്ടല്ലേ എന്നെ നിനക്ക് പിടിച്ചത്? ശരി, വേണ്ട. ജീവിച്ചു കഴിഞ്ഞ എന്നെ കൊണ്ട് ജീവിക്കാൻ പോകുന്ന നിനക്ക് ഒരു നാശവും സംഭവിക്കാൻ പാടില്ല. ശരി, കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. വേണ്ട. പ്ലീസ് എന്റെ പ്രിയ, ഇനി ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തില്ല. എന്നെ കാണാൻ വേണ്ടിയല്ലേ കൊടൈക്കനാലിലേക്ക് വന്നത്? എന്റെ കൂടെ ഒരേ ഒരു കപ്പ് കാപ്പി കുടിക്കും. എന്താ ഇന്ന് ലേറ്റ് ആയത്? എന്ത് ചെയ്യാനാ? ഭാര്യയുടെ കണ്ണു വെട്ടിച്ചിട്ട് വേണമല്ലോ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ. ആ ചെയറിൽ ഇരിക്കാനൊന്നും പറ്റില്ല, ഇതിലിരി. ആ, അതും ശരിയാ. എന്റെ സൈസിന് ഇതേ ശരിയാകൂ. അപ്പൊ എങ്ങനാ, തുടങ്ങിയാലോ? ആ, തുടങ്ങാം. അതെ വന്നല്ലോ. എന്താ ഇത്? അതിനുള്ളിൽ ഇത്രയ്ക്ക് തീർത്തോ? എത്ര നേരം ഉള്ളിലായിരുന്നു അറിയാവോ? ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇത് തീർത്തിട്ട് വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. ശരി, നമുക്ക് ഇറങ്ങാം. ശരി, പോവാ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഹലോ ചെൽവ, പറയ കേശവ. പ്രിയ ഓടിപ്പോയി. എന്ത് ഓടിപ്പോയെന്നോ? നമ്മളെ പറ്റി പുറത്തു പോലും പറയുവോ?
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നീ ഫോൺ വെക്കേ, ഞാൻ നോക്കിക്കോളാം. എന്റെ കുടുംബം നശിപ്പിച്ചവരെ കണ്ടുപിടിക്കാനായി ഞാൻ കൊടൈക്കനാലിലേക്ക് വന്നു. എന്റെ മോടെ മെയിൽ ഐ ഡിയിലേക്ക് ആ ബാസ്റ്റേഡ് വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷെ എനിക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി ആക്സിഡൻ്റായി കിടന്നിരുന്നു. അവൾക്ക് ഏകദേശം എൻ്റെ മകളുടെ വയസ്സാണ്. ഈ മെഡിസിൻസ് ഒന്ന് തന്നെ. ഞാൻ ആ പെൺകുട്ടിയുടെ ജീവൻ മാത്രമല്ല രക്ഷപ്പെടുത്തിയത്, ചതഞ്ഞു പോയിരുന്ന അവളുടെ മുഖം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ മകളുടെ മുഖം പോലെ സർജറി ചെയ്തു. വലിയ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി എനിക്കൊരു ചെറിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. പതുക്കെ കണ്ണും തുറന്നേ. നിന്റെ മുഖം ഒന്ന് തൊട്ടു നോക്കി. എനിക്കെന്താ പറ്റിയത്? ഇതെന്റെ മുഖമല്ല. എനിക്കെന്താ പറ്റിയത്? ഇതെന്റെ മുഖമല്ല. ഞാൻ കാറിൽ വരുന്ന സമയത്ത് നീ റോഡിൽ പരിക്ക് പറ്റി കിടന്നിരുന്നു. നിന്റെ മുഖത്ത് കുറെ പരിക്കുകളുണ്ടായിരുന്നു. ആസ് എ ഡോക്ടർ എനിക്ക് പറ്റുന്ന രീതിയിൽ നിനക്കൊരു രൂപം നൽകിയിരിക്കുകയാണ്. എന്തിനാ കരയുന്നേ? അല്ല, എനിക്ക് കാർത്തിക് അല്ലാതെ വേറെ ആരുമില്ല. ഈ രൂപത്തിലാണെങ്കിൽ എന്റെ കാർത്തികിനെ എന്നെ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? കാർത്തികിന് ഒരുപക്ഷെ രൂപം മനസ്സിലാകാതിരിക്കും. പക്ഷേ നിനക്കവന്റെ രൂപം അറിയാവില്ല അല്ലേ? അപ്പൊ നീ പേടിക്കണ്ട. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കാർത്തിക്കിനെ കണ്ടുപിടിക്കാം. അതുവരെ നീ എന്റെ മകളായി ഈ വീട്ടിൽ താമസിക്കാം. നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഞാനും അവളും കൊടൈക്കനാൽ മുഴുവനും അന്വേഷിച്ചു. അവൾക്കവിടെ കാർത്തിക്കിനെ കണ്ടുപിടിക്കണം. എനിക്കെന്റെ ശത്രുക്കളെ കണ്ടുപിടിക്കണം.
ഒരു ദിവസം ഒരാൾ എൻ്റെ മകൾ പ്രിയയാണെന്ന് കരുതി അവളോട് സംസാരിക്കാൻ വന്നു. എന്തു പറ്റി? കാർത്തിയെ കണ്ടു ഞാൻ. എവിടെയാ അവൻ? ഇവിടെയാ. ശരി, വാ നോക്കാം. വന്ന നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എൻ്റെ മോളോട് സംസാരിക്കാൻ വന്നവനാണെന്ന് മനസ്സിലായി. അതിനുശേഷം അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ കൊന്നു. അവനെ കൊല്ലുന്നതിന് മുൻപ് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച മറ്റു രണ്ടുപേരെ പറ്റി ഞാൻ മനസ്സിലാക്കി. രണ്ടാമത്തെ ആളെ ഞാൻ കൊല ചെയ്തു. ഇനി പറയൂ സർ, ഇതുപോലത്തെ ആൾക്കാരെ നമ്മൾ വെറുതെ വിടാമോ? ഇവനെ നിങ്ങൾ കൊണ്ടുപോയ എന്ത് ചെയ്യാൻ പറ്റും? കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. എന്ത് ശിക്ഷയാ വാങ്ങിച്ചു കൊടുക്കുന്നത്? വെളി ചുറ്റിക്കറങ്ങുന്ന ഇവൻ ശിക്ഷയെന്ന് പറഞ്ഞ് ജയിലിൽ സുഖമായിട്ട് ജീവിക്കും. അതല്ല സാർ ശിക്ഷ. ഒരു കൈ വെട്ടുന്നവന് ശിക്ഷ അവന്റെ ഒരു കൈ വെട്ടുന്നതല്ല, രണ്ട് കൈ ചേർത്ത് വെട്ടണം. അതാണ് യഥാർത്ഥ ശിക്ഷ. ഇവനെ പോലുള്ള ആൾക്കാരെ ഇഞ്ചിഞ്ചായി വെട്ടിനുറുക്കി കൊല്ലണം സാർ. നിർത്ത് സാറേ, അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഉള്ളത്. നിങ്ങളുടെ മോളെ കൊന്നത് അവനല്ല, നിങ്ങൾ തന്നെയാ. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ സാറേ, സത്യമാ പറഞ്ഞത്. എന്തിനാ സാറേ പഠിക്കുന്ന കുട്ടികൾക്ക് സെൽഫോണ്? പാതിരാത്രി വരെ കുത്തിയിരുന്ന് മെസ്സേജ് അയക്കാനാ? അതോ ആണുങ്ങളെ വിളിച്ച് സൊല്ലാനോ? ചോദിക്കുമ്പോ പറയാൻ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു വാക്കും. ഇതിനൊക്കെ എന്ത് ഫ്രണ്ട്ഷിപ്പ് എന്നാ സാറേ വിളിക്കേണ്ടത്? ഇതൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മോള് മാത്രമല്ല സാറേ, ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് കുട്ടികൾ ഫോണിൽ സംസാരിക്കുമ്പോ നിങ്ങൾക്കത് മാന്യമായിട്ട് ചോദിക്കാലോ. അതുമല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നില്ലേ? അപ്പോ സ്വന്തം മകളെ സംശയിക്കണമെന്നാണോ പറയുന്നത്? അതിന്റെ പേര് സംശയം എന്നല്ല സാറേ, കരുതലെന്ന്. ഒരു പ്രായം വരെ ശാസിക്കാൻ പറ്റൂ, അത് കഴിഞ്ഞ് ശ്രദ്ധിക്കണം. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പരാജയപ്പെടുമ്പോൾ ദേഷ്യപ്പെടുന്ന പാരന്റ്സ് അവർക്ക് അറ്റൻഡൻസ് ഉണ്ടോ എന്ന് നോക്കാറില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് ആവശ്യം. അത് നിന്നെ സ്വകാര്യമായിട്ട് റൂമിലിരുന്ന് നോക്കുന്നേ? ഹാളിലിരുന്ന് നോക്കിക്കൂടെ? റൂമിലിരുന്ന് പഠിക്കുകയാണോ, ചാറ്റ് ചെയ്യണോ, അത് വേറെ എന്തെങ്കിലും കാരണമാണോ നിങ്ങൾക്ക് അറിയോ? അതിന്റെ ഫലം ഡിസ്കോയും പബ്ബും കുടിയും കൂത്തായി നടന്നിട്ട് ചിലര് ഡേറ്റിങ്ങിന്റെ പേരും പറഞ്ഞോണ്ട് ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് റൂം എടുത്ത് കറങ്ങി നടക്ക. ചോദിച്ച മോഡേൺ കൾച്ചറാന്നൊരു വാക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളെ നശിക്കാനുള്ള വഴിയൊരുക്കിയിട്ട് കൂടെ പോകുന്ന ഇവനെ പോലുള്ളവരെ കൊല്ലാവുന്നത് എന്തർത്ഥത്തിലാ സാറേ? ഇവനെ ഞാൻ ഉത്തമനെന്നല്ല പറയുന്നത്. അന്ന് നിങ്ങളുടെ മകളെ തിരുത്താൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഉറങ്ങാതെ എന്താ ചെയ്യുന്നത്? രാത്രി 12 മണിയായില്ലേ? കിടന്നുറങ്ങ്. പ്രിയേ, പാല് പോലും കുടിക്കാതെ എന്താ ഇത്ര സംസാരിക്കാൻ? ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കാച്ചാ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ മകളോട് ചോദിച്ചിരിക്കണം, അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കണം. രണ്ടും ഞാൻ ചെയ്തില്ല. എന്റെ മരണം എന്നെ പോലുള്ള രക്ഷകർത്താക്കൾക്ക് ഒരു പാഠമാകണം. ഇവന്റെ മരണം ഇവനെ പോലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു പാഠമാകണം.